യൂട്യൂബിൽ ഒരു ഷേക്ക് മേക്കിംഗ് വീഡിയോ ആണ്. അതിനെന്ത് ആവശ്യമുള്ളതെന്ന് പറയാം. ഫസ്റ്റ് കപ്പാണ്, 1 സ്പൂണ് കിറ്റ്കാറ്റ്, സ്ട്രോബെറി, നമ്മുടെ ചോക്കോബാർ, ഇതൊക്കെയാണ് ആവശ്യം. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. കമോൺ ലെറ്റ്സ് ഗോ. ഭയങ്കര ടേസ്റ്റിയുമാണ്. 2 മിനിറ്റിൽ കഴിയുകയും ചെയ്യും. എല്ലാം പിന്നെ നല്ല അടിപൊളി ഷേക്കാണ് കേട്ടോ. ഗ്ലാസ് എടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഗ്ലാസ്സിലോട്ട് ചോക്കോബാർ ഇടാം. ചോക്കോബാർ അലിയും ചോക്കോബാറൊക്കെ കൊണ്ടുവന്നുണ്ടാവും. അലിഞ്ഞതൊക്കെ ഉണ്ടാവും. എപ്പോഴും ചോക്കോബാറിനല്ലേ കഴിക്കണത്. ഒരു വെറൈറ്റി ആക്കിയാലോ. ചോക്കോബാർ ഫസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നു. ചോക്കോബാർ വെച്ചിട്ടുണ്ട്. ഇതിൽ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ഈ ചോക്ലേറ്റും ഇതും മിക്സ് ആവാത്തുണ്ടാവും. ഇടയ്ക്ക് ഇതാ ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് എല്ലായിടത്തും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുന്നു. ഈ ചോക്കോബാറും ചോക്കോബാറത്തെ ഈ ഒരു ചോക്ലേറ്റും ഇത് മറ്റേ ഐസ്ക്രീമും സെപ്പറേറ്റ് ആക്കി കഴിക്കണം. രണ്ടും കൂടി നന്നായി ഷേക്ക് ചെയ്യണം. നല്ല ചെയ്യണം. ചോക്കോബാറും കൂടി ഉണ്ടെങ്കിൽ നിറയെ വരുന്ന ഗ്ലാസ്. കുറച്ച് മിൽക്ക് എടുത്ത് വെച്ചാലും വേണ്ട, നീ ടേസ്റ്റ് പോയാലും. എന്തിനാണ് വെറുതെ വേണ്ടാത്ത പണിക്കൊക്കെ ടേസ്റ്റ് പോയിട്ട് പിന്നെ സങ്കടത്തില്ല. ഇതാ നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കിറ്റ്കാറ്റ് എടുക്കണം. എന്നിട്ട് അതിൽ നിന്നൊരു ഹാഫ് പീസ് ഇങ്ങനെ പീസാക്കുക. എന്നിട്ട് കുഞ്ഞ പീസ് എടുക്കുക. ഇത് ചെയ്യാം. ഈ കപ്പിലോട്ട് കാണുന്നില്ല നിങ്ങൾക്ക്. ഈ കപ്പിലോട്ട് പറഞ്ഞിടുക. നല്ല സ്മാഷ് ചെയ്യട്ടാ. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത് കട്ട് ചെയ്യണം, നല്ല പണിയുണ്ട് സ്മാഷ് ചെയ്യാൻ. അയ്യോ, ഞാൻ എങ്ങനെയൊക്കെ സ്മാഷ് ചെയ്തുകൊണ്ടിരിക്കും. സ്മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേണമെങ്കിൽ കുറച്ച് മിൽക്ക് ഒഴിക്കാറുണ്ട്. കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് കൊടുത്തൊക്കെ ഇവിടെ ടേസ്റ്റൊന്നും പോയിട്ടില്ല. വേണമെങ്കിൽ മിൽക്കൊന്നും കുറച്ച് ഒഴിക്കാം. എനിക്ക് എങ്ങനെയൊക്കെ ഒഴിച്ച് ടേസ്റ്റൊന്നും പോയിട്ടില്ല. അതേ വയ്ക്കുന്നുണ്ട്. എനിക്ക് ലാസ്റ്റ് മിൽക്ക് കുറച്ചും കൂടി ലാസ്റ്റ് ഒഴിക്കാം. ഫസ്റ്റ് സ്മാഷ് ചെയ്യട്ടെ. സ്മാഷ് ചെയ്തിട്ട് സ്മാഷ് ആവില്ലല്ലോ. എന്ത് കഷ്ടമാണ്. സ്മാഷ് ആവുന്നില്ല.
ചെയ്ത് സ്മാഷ് നല്ല ചെയ്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് കൂടി മിക്സ് ചെയ്യണം. ഇങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലാണ് സ്മാഷ് ചെയ്യുന്നത്. കുറച്ചും കൂടി അതൊന്ന് സ്മാഷ് ചെയ്യണം. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. നോക്കണം ഗൈസ്, നിങ്ങൾക്ക് നോക്കിയില്ലെങ്കിൽ നഷ്ടം. എന്തായാലും ഇനി ചോക്കോബാറൊക്കെ അത് പോകുമ്പോൾ ചോക്കോബാറൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തോളി. ഇങ്ങനെ പലതും നിങ്ങൾക്ക് നല്ല പണിയുണ്ട് സ്മാഷ് ചെയ്യാൻ. നല്ല പണിയുണ്ട് സ്മാഷ് ചെയ്യാൻ. നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ച് സ്മാഷ് നമുക്ക് ചില സ്ഥലത്തൊന്നും കിട്ടുന്നില്ല കേട്ടോ. ചില സ്ഥലത്തുണ്ട് ഇങ്ങനെ നമ്മൾ കുത്താൻ പോകുമ്പോഴത്തേന് പോകണം. ചില സ്ഥലത്തൊന്നും പോകണില്ല, ചില സ്ഥലത്തൊന്നും മാത്രം പോകണം. ഓക്കെ, ഇനി ബാക്കിയുള്ള ഇത് വയ്ക്കാം, വയ്ക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ടേസ്റ്റ് പോവോ? മിൽക്ക് ഒഴിച്ചോളി, വേണമെങ്കിൽ ഒഴിച്ചോളി. മിൽക്ക് ഒഴിച്ചപ്പോൾ കുറച്ച് ടേസ്റ്റിൻ്റെ കൂടി. ഡാർക്ക്, നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിക്കാം കേട്ടോ. നല്ല ഇതാക്കിയിട്ടുണ്ട്, റെഡി ആക്കിയിട്ടുണ്ട്. സ്മാഷൊക്കെ നല്ല ചെയ്ത് റെഡി ആക്കി. ഇപ്പം സ്ട്രോബെറി എന്താ ബെസ്റ്റ് ഇരിക്കില്ലേ ആണല്ലേ? എന്തെങ്കിലും സ്ട്രോബെറി എടുത്ത് നിങ്ങൾ ആയിരിക്കില്ലേ? സ്ട്രോബെറി വേണോ? സ്ട്രോബെറി ഇനി എടുക്കാം. ഒന്ന് കട്ട് ചെയ്യണം. നമ്മൾ നൈഫ് എടുക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല, നമുക്ക് സ്പൂണുകൊണ്ട് കട്ട് ചെയ്യാം. അതൊക്കെ നല്ലത്. സ്പൂണുകൊണ്ട് കട്ടാവുന്നുണ്ട്. ഇവിടെ കളയിട്ട് കട്ടാവുന്നുണ്ടോ ചോദിച്ചാൽ കട്ടാവുന്നുണ്ട്. നല്ല ഉണ്ടാകുന്നില്ല, നല്ല മോശമാകുന്നുണ്ട്. നല്ല പഴുത്തതുമല്ല, നല്ല പൊക്കാത്തതുമല്ല, ഒരു മീഡിയം സൈസത്തെ സ്ട്രോബെറിയാണ് ഇട്ടത്. എല്ലാം ഇത് കുറച്ചും കൂടി വെച്ചാൽ നല്ല പഴുക്കും. പക്ഷേ നമ്മൾ തിന്നാനല്ല. ഇനി ഇത് നമ്മൾ ആ പറിക്കുന്നതിന് മുമ്പ് തന്നെ മരത്തിൽ കുറച്ചും കൂടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴുക്കുമായിരുന്നു. പക്ഷേ ചിലത് മാത്രം പഴുക്കുള്ളൂ, ചിലതൊന്നും പഴുക്കില്ല. അതിനാണ് എത്ര സ്ട്രോബെറി എടുത്തത്? ഒരു 3 സ്ട്രോബെറി എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ രീതിയിൽ കട്ട് ചെയ്യേണ്ടത്, കട്ട് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ചെയ്യേണ്ടതെന്നല്ല. അതാ അത് പോന്നേ. ഇങ്ങനെ ഇവിടെ വരെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമ്മൾ 2 പീസ് നമ്മൾ പീസാക്കി ബാക്കിയുള്ള പീസ് അതൊന്ന് ഇങ്ങനെ പീസാക്കി ഇടുക.
ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ സ്ട്രോബെറി ഒക്കെ ഗൈസ് ഇതാണ് ഞാൻ പൊട്ടൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ട് ഈ സ്ട്രോബെറികളൊക്കെ മണ്ടുകയാണ് ഗൈസ്. എന്തൊരു കഷ്ടമാണ് എനിക്ക്. ഇത്രയും കഷ്ടം വേറെ ആർക്കും ഉണ്ട്. ഒരു സ്ട്രോബെറി ഗൈസ് വീണതിൽ നമ്മളെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുടിക്കാം. കുടിച്ചിട്ട് റിവ്യൂ പറയാണ്. ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമ്മൾ വെറുതെ നമ്മൾ എന്താണ് ചോക്കോബാർ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ നമ്മൾ കഴിച്ചാൽ നല്ല ടേസ്റ്റിയുമാണ്, നല്ലതാണ്. എനിക്കിത് കിട്ടുന്നില്ല, മറ്റേ കിറ്റ്കാറ്റ്. ടേസ്റ്റിന് അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഗസ്റ്റുകളൊക്കെ വരില്ല, അപ്പോൾ ഇതാണ് നിങ്ങളിത് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. അതിന് മുന്നേ എൻ്റെ ഒരു ഡിഷ് ഉണ്ട് കേട്ടോ, അത് കഴിച്ചിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഇതാണ് ഐസ്ക്രീം ഗൈസ്, കഴിച്ചോളൂ. വേണോ? വേണോ? കഴിച്ചോ. നിങ്ങൾ കഴിച്ചില്ലേ? ഞാൻ കഴിക്കാൻ പോകണേ. കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയല്ലേ, ഞങ്ങൾ കൂടി നിങ്ങൾക്ക് തരാം. ഞാനും കഴിക്കാം. അത് ചെറുതാണ് ഗൈസ്, കുഞ്ഞത് നിങ്ങൾ ഞാൻ നമ്മളോട് പറഞ്ഞില്ല, നിങ്ങൾ തപ്പടൊക്കെ കടിച്ച് തന്നിട്ടുണ്ട്. ഞാൻ തന്നെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, ബൂം.